ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കർക്കിടക സംക്രാന്തിക്ക് റെഡിയാവാം. അപ്പോൾ ഇത് ചൊവ്വാഴ്ചത്തെ രാത്രി ഞാനിരുന്ന് ദേവിക്കൊക്കെ ഒരു ഡ്രസ്സ് തയ്ക്കുമായിരുന്നു. ഇതിപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് പണി. ഏകദേശം 4 മണിക്കൊക്കെ എണീറ്റ് ഞാൻ പണി തുടങ്ങിയതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ചതായിരുന്നു കഴിഞ്ഞ ആഴ്ച. പക്ഷെ എന്നാലും സംക്രാന്തി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഓടിച്ചിട്ട് ഒന്ന് തുടയ്ക്കുകയാണ്. എൻ്റെ ആവശ്യമില്ല, എല്ലാം ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു സംതൃപ്തിക്ക് വേണ്ടി. ഞാനിപ്പോൾ വീഡിയോയിൽ മുഴുവൻ ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഒത്തിരി സമയം പോവും, അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഞാൻ ഇത് അടിച്ചു വാരാൻ തുടങ്ങി. അപ്പോൾ അടിച്ചു വരുമ്പോൾ ശരിക്കും സമയം എത്രയെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ക്ലോക്കിൽ എല്ലായിടത്തെയും മാറാലയും അതുപോലെ ഇതൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും, തുടയ്ക്കുക വെച്ചാൽ മാറല തുടയ്ക്കുക, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയം കാണിച്ചു തരാം. ഇപ്പോൾ സമയം 5 മണിയാവാൻ 10 മിനിറ്റ് ഉണ്ട്. അപ്പോഴും ബാക്കിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെയൊക്കെ ഒന്ന് ആ ടേബിളൊക്കെ ഒന്ന് വെറുതെ തുടച്ചിട്ടു. എല്ലാ മുറിയിലെയും അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടു. കഴിഞ്ഞ ഡേയിൽ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ അകത്ത് വെച്ചിരുന്നില്ലേ. അപ്പോൾ അതിൽ ചില ഇലകൾ, ഇത്തിരി ചീത്തയായ ഇലകളൊക്കെ മാറ്റി, അതുപോലെ തന്നെ നനവുണ്ടോയെന്ന് നോക്കി. നനവില്ലാത്ത ചെടിക്കൊക്കെ വെള്ളമൊഴിച്ചു. അപ്പോൾ ഇവിടെ അകത്ത് വെച്ചിരുന്ന ഒരു ചെടി മാത്രം അത്ര സുഖമായിട്ട് വന്നില്ല. അപ്പം ഞാൻ അതെടുത്ത് പുറത്ത് കൊണ്ട് വെച്ചു. പുതിയൊരു ചെടി കൊണ്ട് വയ്ക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കിംഗ് അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുപയർ മെഴുക്കുവരട്ടി, അതുപോലെ ക്യാബേജ് തോരനും രസവും ചോറുമാണ് ആദ്യം തന്നെ വെച്ചത്. പിന്നെ ദോശമാവ് ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു. ഇന്നിപ്പം അരയ്ക്കാനിടും. അപ്പോൾ കുറച്ച് ദോശമാവ് ഇരിക്കുന്നതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാക്കാമെന്ന് കരുതി. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെറുപയർ കഴിഞ്ഞപ്പോൾ ക്യാബേജും കൂടെ ഇട്ടു. പിന്നെ ഇതിൻ്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് രസമാണ് വെച്ചത്. കാരണം ഏറ്റവും എളുപ്പത്തിൽ തീരുന്നതൊക്കെ തന്നെയാണ് വെച്ചത്. ഇല്ലെങ്കിൽ സമയം കുറേ പോകും. അപ്പോൾ സമയം കുറേ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള കറികളൊക്കെ വെക്കുന്നത്. ഇതിന് ബാക്കി ഒത്തിരി പണി ഉണ്ടാവില്ലേ. അതിനുശേഷം ഞാൻ എല്ലായിടും ജസ്റ്റ് ഓടിച്ചൊന്ന് തുടച്ചിട്ടു. കാരണം ഓൾറെഡി നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടിരുന്നായിരുന്നു. എന്നാലും ഒന്ന് തുടച്ചെടുക്കണമല്ലോ. ഇന്നിപ്പോൾ സംക്രാന്തി ആണല്ലോ, അപ്പോൾ അതിന് വേണ്ടി. അപ്പോൾ അതും എല്ലാ മുറിയിലും ഇതുപോലെ തുടച്ചെടുത്തു. അത് കഴിഞ്ഞ് ഫ്രിഡ്ജ് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഒത്തിരി നേരം എടുത്ത് ചെയ്ത പണികളാണ്. എഡിറ്റ് ചെയ്തിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഞാൻ കാണിക്കുന്നത്. പിന്നെ ആവശ്യമുള്ളതൊക്കെ ഞാൻ തിരിച്ചു വെച്ചു. ചീത്തയായെന്ന് തോന്നിയതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ചില വെജിറ്റബിൾസൊക്കെ എന്തെങ്കിലും മോശമായി പോയതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ആ ട്രേയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു. പിന്നെ ഇതുപോലെ ഞാൻ ബോക്സിലാക്കി അരിഞ്ഞു വെക്കുന്ന അതും എല്ലാം എടുത്ത് തിരിച്ച് പഴയ പോലെ വെച്ചു. അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം 7-7:30 ആയപ്പം ചെയ്തു തുടങ്ങിയതായിരിക്കാം. 7:30 അല്ല കേട്ടോ, അതിന് മുമ്പേ തുടങ്ങിയതാണ്. കാരണം 8:45 ആയപ്പോൾ ഞാൻ കുളിക്കാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനുണ്ട്. അപ്പം അച്ഛനുള്ള ദോശയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയത് വിരിച്ചൊക്കെ ഇട്ടു. എല്ലാ മുറിയിലും അങ്ങനെ തന്നെ ചെയ്തു. മുകളിൽ കുറേ കഴിഞ്ഞപ്പോഴാണ് ചെയ്തത്. മുകളിൽ അടിച്ചു വാരി തുടച്ചതിന് ശേഷമാണ്. അത് ഞാൻ കുളിച്ചതിന് ശേഷം ഇന്നിത്തിരി വൈകിയാണ് വിളക്ക് കൊളുത്തിയത്. തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഭാഗവതം വായിച്ചു. അത് സ്ഥിരം വായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വായിക്കാനുള്ള ശ്രീമദ് ഭാഗവതത്തിലെ 3-ാം സ്കന്ധത്തിലെ 16-ാം അധ്യായമായിരുന്നു. ബ്രഹ്മോവാച ഇത് തദ്ഗണതാം തേഷാം മുനീനാം യോഗധർമ്മിണാം
പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടു. ഒരു സെറ്റ് അലക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി. വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും മാവ് അരയ്ക്കാനായിട്ട് ഇട്ടു ഗ്രൈൻഡറിൽ. പിന്നെ എൻ്റെ പൂജാ മന്ദിരമൊക്കെ നന്നായിട്ട് തുടച്ചു. അപ്പോൾ ഇത് തുടയ്ക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് പനിനീരും ഒക്കെ ഇട്ടിട്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ശേഷം പൂജാപാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അതുപോലെ ദേവീദേവന്മാരെയൊക്കെ ഒന്ന് കഴുകി അലങ്കരിച്ച് സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കി വെച്ചു. അപ്പോൾ ഇതാണ് ഇന്നലെ തയ്ച്ച ഡ്രസ്സ്. അപ്പോൾ അതും ഇടിച്ചു. ഇങ്ങനെയുണ്ട് എൻ്റെ ഭഗവാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ ഇത്രയും വരെ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണിക്കാവേ, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിരിക്കും. അതുപോലെ തന്നെ നാളത്തേക്ക് വേണ്ടി ഞാൻ രാമായണ മാസമല്ലേ, അപ്പോൾ ഭഗവാനെയും കൂടെ എടുത്തു വെച്ചു, ശ്രീരാമചന്ദ്രനെയും കൂടെ എടുത്തു വെച്ചു. ഇനി വിളക്കൊക്കെ വെക്കാനുള്ളൂ, അത് ഉണങ്ങി കഴിയുമ്പോൾ വെക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.